ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നത് ഇതിപ്പം ഐറ്റിയൂറുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഇപ്പം താമസിക്കുന്ന വീടാണ്. അവരിപ്പം വേറൊരു വീട്ടിലോട്ടായി. അപ്പം ആ വീട് കാണിച്ചു തരാനാണ് വന്നത്. നമുക്കൊരു ചെറിയൊരു ഹോം ടൂർ പോലെ ചെയ്യാം. നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. ചുറ്റുപാട് നിറയെ വീടൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം പുറത്തൊക്കെ നല്ല സ്ഥലമൊക്കെ ഉണ്ട്. ചുറ്റിക്കറങ്ങിയൊക്കെ കാണാൻ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിന് ചുറ്റും തന്നെ ജാമ്പ, മാവ്, മുന്തിരിങ്ങ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പഴയ ഒരു വീടാണ്, ഓടിട്ട വീട്. പിന്നെ ഈവനിങ് ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ നല്ല ഒരു ഇതൊക്കെ ഉണ്ട്. സൈഡിൽ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പുറത്ത് ബാത്റൂമൊക്കെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പഴയ പഴയ ഒരു ഇതില്ല, ആ ഡോറൊക്കെ കാണാൻ പറഞ്ഞൂടെ, പഴയ ഒരു ഇതാണ്. നമുക്ക് പണ്ടത്തെ വീടുകളാണിങ്ങനെ 2 ഡോർ അകത്തോട്ടൊക്കെ അടയ്ക്കുന്ന പണ്ടത്തെ വീടുകളിലല്ലോ. ഇപ്പോഴങ്ങനെയൊന്നും ഇല്ല. പഴയ ഇല്ലത്തൊക്കെ പോണ ഒരു വൈബാണ്. ഒരു സൂപ്പർ. അകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, നല്ല തണുപ്പാണ്. കാരണം മേളിൽ ഓടാണ്, അതിൻ്റെ താഴെ മച്ചുംപുറം എന്ന് പറയുമ്പോൾ തടി വെച്ചിട്ടുള്ള ഒരിതാണ്. അപ്പം ചൂട് സമയത്ത് ചൂട് ഏക്കൂല, നല്ല തണുപ്പാണ്, എപ്പോഴും തണുപ്പാണ്. 2-3 മുറിയുണ്ട്, സൗകര്യമുണ്ട്. ഒരു മുറിക്കകത്താണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കണ്ട ഡോറൊക്കെയാണ് പഴയ രീതിയിലുള്ള ഡോറും ഒക്കെയാണ്. നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളി വൈബാണ്. നമ്മൾ എന്ത് ടെൻഷനായിട്ട് വന്നാലും അതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീല് തോന്നും. സത്യം, ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് അറിയുന്നുള്ളത്. പിന്നെ എന്താ, കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കാൻ അടിപൊളിയാണ്. പക്ഷേ ഇന്നെന്താ, കൂട്ടുകുടുംബമൊക്കെ പിരിഞ്ഞ് അണുകുടുംബമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ലേ. അപ്പോൾ കൂട്ടുകുടുംബം എന്നൊന്നും പറയുന്ന ആ ഒരു തീമിനെ നമുക്ക് മറക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ എത്തി നിൽക്കുകയാണ്. അതൊക്കെ പോട്ട്, എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ തന്നെ ഇരിക്കട്ടെ. അപ്പം എന്താ, നല്ലൊരു വീടാണ്. ഇതുപോലത്തെയൊക്കെ വീട്ടിൽ താമസിച്ചവർ കാണും, ഒരുപാട് പേര് കാണും. പക്ഷെ ഞാൻ എൻ്റെ അമ്മാമ്മയുടെയൊക്കെ വീട്ടിൽ പോയ ആ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ വരുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.